ഇന്ന് ജൂൺ 18, അമ്മയുടെ മോളുടെ പിറന്നാളന്ന്. പുറത്ത് ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. മോള് ജനിച്ചെന്നും ഇതുപോലെ മഴയായിരുന്നു. മിക്ക അമ്മമാരും മക്കളോട് പറയാറുള്ളൊരു വാക്കുണ്ട്, 10 മാസം നിന്നെ വയറ്റിൽ ചുമന്ന് പെറ്റതാണെന്ന്. പക്ഷേ എൻ്റെ മോളോട് അമ്മയ്ക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എൻ്റെ വയറിനുള്ളിൽ നിനക്ക് 6 മാസവും ഒരാഴ്ചയും മാത്രം പ്രായമുള്ളപ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് ആ വേദന വന്നത്. ഒടുവിൽ സെക്ഷനിലൂടെ നിന്നെ ഭൂമിയിലേക്ക് പുറത്തെടുത്തു. വെറും 800 ഗ്രാം മാത്രമായിരുന്നു അന്ന് നിന്റെ തൂക്കം. ഒരു കുഞ്ഞു ജീവൻ. അതിനുശേഷം 4 ദിവസത്തോളം ഈ അമ്മ നിന്നെ കണ്ടിട്ടേയില്ല. ഭൂമിയിലെ മാലാഖമാരായ സിസ്റ്റർമാർക്കൊപ്പം NICUവിലെ ആ കൃത്രിമ ചൂടിൽ നീ അങ്ങനെ കിടന്നുറങ്ങായിരുന്നു, അമ്മയുടെ നെഞ്ചിന്റെ ചൂടറിയാതെ. 4ാമത്തെ ദിവസമാണ് നിന്നെ കാണാൻ അമ്മ വരുന്നത്. സെക്ഷൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യായിരുന്നു. ആ വേദനയിലും നിന്റെ അച്ഛൻ്റെയും അമ്മമ്മയുടെയും കൈപിടിച്ച് പതുക്കെ പതുക്കെ ഞാൻ NICന് മുന്നിലെത്തി. ഒരു ചുമരിനപ്പുറമുള്ള ആ ഗ്ലാസ് വിൻഡോയിലൂടെ അമ്മ എൻ്റെ മോളെ ആദ്യമായിട്ട് കണ്ടു. അന്നത്തെ ആ രൂപം അതിന്നും എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. ഒരു ഗ്ലാസ് കൂടിനുള്ളിൽ എൻ്റെ കുട്ടി ഒരു കുഞ്ഞെലിക്കുഞ്ഞിനെ പോലെ നീ കിടക്കുന്നു. ഒരു ചെറിയ മിടുപ്പ് മാത്രം കാണാം. ചുറ്റും നിറയെ മെഷീനുകളുടെ ശബ്ദവും നീല വെളിച്ചവും മാത്രം. ആ ഒരു രൂപം കണ്ണിൽ പതിഞ്ഞത് മാത്രമേ അമ്മയ്ക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് ഞാൻ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് ഹോസ്പിറ്റലിലെ സീലിംഗില് ഫാന് കറങ്ങുന്നതാണ്. നിന്നെ ആ അവസ്ഥയിൽ കണ്ട നിമിഷം തന്നെ അമ്മയുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാര് പോലും വിധി എഴുതിയിരുന്നു എൻ്റെ മോളെ അമ്മയ്ക്ക് കിട്ടില്ല എന്ന്. പക്ഷേ എൻ്റെ മോൾ ഒരു തോറ്റു കൊടുക്കാൻ തയ്യാറില്ലാത്ത പോരാളിയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്കകം എല്ലാ പ്രതിസന്ധികളും താണ്ടി നിന്നെയും കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നു. പിന്നീട് ഏതാണ്ട് 6 മാസത്തോളം പുറത്തു നിന്നൊരാളും നിന്നെ കാണാതെ, ഒരു വെളിച്ചം പോലും നിന്റെ ദേഹത്തടിക്കാതെ അമ്മയുടെ നെഞ്ചിന്റെ ചൂട് മാത്രം തന്ന് നീയും ഞാനും മാത്രമായി ആ മുറിക്കുള്ളിൽ കഴിഞ്ഞു തീർത്ത നാളുകൾ, അമ്മയുടെ പ്രാർത്ഥനകൾ മാത്രം കൂട്ടിരുന്ന നാളുകൾ. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയിരിക്കുന്നു. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ജീവന് വേണ്ടി പോരാടിയ എൻ്റെ ആ 800 ഗ്രാം കുഞ്ഞുവാവയ്ക്ക് ഇന്ന് 12 വയസ്സ് തികഞ്ഞിരിക്കുന്നു. എൻ്റെ മോള് വലിയൊരു പെൺകുട്ടിയായി മാറിയിരിക്കുന്നു. എൻ്റെ ജീവന്റെ ജീവനായ മോൾക്ക് അമ്മയുടെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ.